ഹലോ, ദിസ് ഈസ് മൈ ലിറ്റിൽ ഹോസ്റ്റൽ ബ്ലോഗ്. ഞാനിന്ന് മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ച് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ എനിക്ക് MSc കോംപ്രഹെൻസീവ് എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് പിറ്റ് ചെയ്താൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, കാരണം ഇത്ര വലുതാക്കി നമ്മൾ പിറ്റ് ചെയ്തില്ലല്ലോ. ഐ വാസ് ജസ്റ്റ് റെഡി. ഇങ്ങനെ മുട്ട ഏകദേശമായി, കുറച്ച് സമയമായി വെച്ചിട്ട്. അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ച് പിന്നെ ഞാൻ കുറേ ഇപ്പോഴും വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണും പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ മുട്ട പൊട്ടിച്ചു. മുട്ട പൊട്ടിച്ചപ്പോഴേ എനിക്ക് തോന്നി ഉണ്ണി കുറച്ച് കലങ്ങിയിട്ടുണ്ടെന്ന്. ഉണ്ണി കലങ്ങാതെ കിട്ടണമെന്ന് തോന്നുന്നു പോച്ച്ഡ് എഗ്ഗ് ആക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം കേട്ടോ, എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചൂടായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കറക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാനാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ കണ്ടോ മുട്ട കലങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഒഴിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. എനിക്കാണെങ്കിൽ ഇത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കിത് അറിയില്ല എങ്ങനെയാണെന്ന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയായി. മൊത്തം സൈഡിലേക്കൊക്കെ ഇങ്ങനെ മുട്ടയുടെ വെള്ളം മൊത്തം സൈഡിലൊക്കെ ആയിട്ട് ആകെ ഒരു അവസ്ഥയായി. അവസാനം ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ തന്നെ തൃപ്തിപ്പെട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കെറ്റിൽ കണ്ട് എനിക്കാകെ സങ്കടമായിട്ടോ. പിന്നെ ഞാൻ കഴുകി വന്നു. പിന്നെ ഞാൻ കുറച്ച് ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വെള്ളം എടുത്തു വെച്ചു. പിന്നെ ഇതാണ് എൻ്റെ പുഴുങ്ങിയ മുട്ട. ഇപ്പോൾ മദർ ഡയറി നമുക്കിങ്ങനെ 10 രൂപയുടെ ചെറിയ മിൽക്കിൻ്റെ പാക്കറ്റ് കിട്ടും. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് വലിയൊരു പാക്കറ്റിന് മുഴുവൻ നമുക്ക് ആവശ്യമുണ്ടാവില്ല, കേടും വന്നു പോകും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ചെറുതുണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും ഹാൻഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പിന്നെ വെള്ളം തിളച്ച് വന്നു. ഞാൻ അതിലേക്ക് പാലിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഈ പാക്കറ്റ് പാലാണെങ്കിൽ നമുക്ക് 2 ദിവസം വരെ കേടാവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ 1 കപ്പ് പാക്കിൻ്റെ ഹോർലിക്സ് ഞാൻ നിലത്തൊക്കെ തൂവി. ഞാൻ കുറച്ച് വായിലിടാൻ വേണമല്ലോ, പൊടിയായി കഴിക്കാൻ വേണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നിലത്തൊക്കെ വീണുപോയി. സാരമില്ല. പിന്നെ ഞാൻ അതുണ്ടാക്കി പഞ്ചസാരയൊക്കെ ഇട്ടു, ഹോർലിക്സ് ഉണ്ടാക്കി സെറ്റാക്കി. ഇങ്ങനെയാണ് എൻ്റെ പോച്ച്ഡ് എഗ്ഗ്. ഓ മൈ ഗോഡ്. പക്ഷെ ഒന്നും പറയാനില്ല. പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നു. ബട്ട് അത് കഴിച്ചിട്ട് എനിക്ക് വിശപ്പ് മാറിയില്ല. അങ്ങനെ ഞാൻ കുറച്ച്